കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് ചുമതലയേറ്റു. 50 വോട്ടുകളാണ് ആശാനാഥിന് കിട്ടിയത്. ഒരു വോട്ട് അസാധുവായി. LDFന്റെ രാഖി രവികുമാറിന് 28 വോട്ടുകളും ഒരു വോട്ട് അസാധുവുമായി. UDFിലെ മേരി പുഷ്പത്തിന് 19 വോട്ടുകളാണ് ലഭിച്ചത്. VV രാജേഷാണ് തിരുവനന്തപുരത്തെ മേയർ. രാവിലെയാണ് മേയറായി VV രാജേഷ് ചുമതലയേറ്റത്. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് വിജയിച്ചത്. 50 BJP അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകൾ രാജേഷിന് ലഭിച്ചപ്പോൾ UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകൾ ലഭിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഒരുപോലെ വികസനം കൊണ്ടുവരുമെന്ന് വികസിത അനന്തപുരിക്കായി ഒരുമിച്ച് മുന്നേറാമെന്നും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി CPM കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെടാനാണ് തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് CPMന്റെ പരാതി. BJPയുടെ ചട്ടലംഘനത്തിനെതിരെ CPM പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ ഇതിനെതിരെ പരാതി നൽകിയത് നിലവിലുണ്ട്. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM നേതാവ് SP ദീപക് പറഞ്ഞു. ചട്ടപ്രകാരം പ്രതിജ്ഞ എടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം. BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും CPM ആരോപിച്ചു. ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നാണ് CPMന്റെ ആവശ്യം. അതിനിടെ തിരുവനന്തപുരം മേയറായി VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് മേയറായി വിജയിച്ചത്. 50 BJP അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകളാണ് ലഭിച്ചത്. UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകളാണ് ലഭിച്ചത്. തിരുവനന്തപുരം തിലകമണിഞ്ഞെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. MR ഗോപനാണ് VV രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. VG ഗിരികുമാർ പിന്താങ്ങി. കോൺഗ്രസിന്റെ 2 വോട്ട് അസാധുവാണ്. 97 സാധു വോട്ട്. ഒപ്പിട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത്. KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. ക്ലീറ്റസ് കൗൺസിലിലെ മുതിർന്ന അംഗമാണ്. അതേസമയം തിരുവനന്തപുരം മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടുപോയതിൽ മുൻ DGP R ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ്. അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതാക്കൾ ശ്രമം നടത്തുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം VV രാജേഷിനെ മേയറാക്കാനുള്ള തീരുമാനം BJP എടുക്കുകയായിരുന്നു. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന.